നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. മഹാഭാരതത്തിൽ പ്രഭു കൃഷ്ണൻ ഒരു ദിവസം കൊണ്ട് സർവശക്തിയും എടുത്തുകൊണ്ട് മഹാഭാരത യുദ്ധം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എങ്ങനെയാ മഹാകാവ്യം എഴുതപ്പെട്ടേനെ? അത് നീണ്ടുനിന്ന 18 ദിവസം നീണ്ടുന്ന യുദ്ധം കൊണ്ടാണ് മഹാകാവ്യം എഴുതപ്പെട്ടിരിക്കുന്നത്. മാന്യ പുരുഷോത്തമൻ ശ്രീരാമൻ ഒരു ദിവസം കൊണ്ട് ലങ്കാദഹനം തീർത്തിരുന്നെങ്കിൽ രാമായണം അങ്ങനെ എഴുതപ്പെട്ടേനെ. അതിനെല്ലാത്തിനും ഒരു സമയമുണ്ട്. ലങ്കാദഹനം ദിവസങ്ങളെടുത്താണ് തീർത്തിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇറാൻ അമേരിക്ക യുദ്ധം എന്ന് പറയുന്നത്. ഒരുപാട് പേര് പറയുന്നു 2 ദിവസം കൊണ്ട് തീർക്കും, 5 ദിവസം കൊണ്ട് തീർക്കും. ഇരു ശക്തികൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോകാം. ഇതൊരു മഹാകാവ്യം അവസാനം എഴുതപ്പെടും. ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇറാൻ വീണ്ടും ഗൽത്തി ഉണ്ടാക്കുന്നു. അതായത് വീണ്ടും തെറ്റുകൾ ആവർത്തിക്കുകയാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് 10 വ്യൂസ് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല. ഒക്ടോബർ 7 കൈകൊട്ടിച്ചിരിച്ചു, പണം കൊടുത്തു. ഇന്നലെ ഡിയാഗോ ഗാർസയിലേക്ക് അവർ മിസൈൽ സെൻഡ് ചെയ്തു. അവർ കാണിച്ചിരിക്കുന്നത് ശരിയാണ്, ഞങ്ങൾക്ക് യൂറോപ്പിനെ ആക്രമിക്കാം അല്ലെങ്കിൽ അമേരിക്ക ആക്രമിക്കാം, കയ്യിൽ സാധനമുണ്ട് എന്നല്ല. ഡിയാഗോ ഗാർസിയുടെ ഒരു പക്ഷെ കുറെ ദൂരത്ത് നിന്ന് പതിച്ചു. പക്ഷെ ലോകത്തിന് അമേരിക്ക പടുന്ന മെസ്സേജ്, ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ കണ്ടോ, നാളെ അമേരിക്കയെ ആക്രമിക്കാനുള്ള മിസൈൽ ഇവർക്ക് തയ്യാറാക്കാം. വീണ്ടും വീണ്ടും ചെയ്യുന്നു. രണ്ടാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്, ഇസ്രായേലിലെ നഗരമായിട്ടുള്ള ആക്രമിച്ചിരിക്കുന്നത്. അവിടെ ഇന്നലെ കണ്ടില്ലേ, 2-3 പേര് 2-3 ബിൽഡിങ്ങുകൾ തകർത്തിരിക്കുന്നത്. അതായത് അവരുടെ ആണവ കേന്ദ്രത്തിന് 13 കിലോമീറ്റർ അകലെയാണ് വെച്ചാണ് ബിൽഡിങ് തകർത്ത് വിട്ടിരിക്കുന്നത്, അല്ലെ? അപ്പോൾ രണ്ടാമത്തെ വലിയ, ഞാൻ വീണ്ടും പറയാം, ഇതേവരെ ഈ ആക്രമണത്തിന് 3 സ്ഥലങ്ങളിലാണ് ഇസ്രായേലിന് വലിയ അടി കിട്ടിയിരിക്കുന്നത്. ഒന്ന് ബുഷേറിലാണ് ആദ്യ അടി. പിന്നെ രണ്ടാമത്തെ ഇന്നലെ മൂന്നാമത്തെ, അങ്ങനെ 2-3 സ്ഥലങ്ങളിൽ ചെറിയ മരണം സംഭവിച്ചിട്ടുണ്ട്. തഡ് എന്ന് പറയുന്നത് അത്യാധുനികമായിട്ടുള്ള എയർ ഡിഫൻസ് സംവിധാനമാണ്. 99.9% പോലും 0.1% ഫെയിലാവാൻ സാധ്യത ഉണ്ട്. അങ്ങനെ കടന്നു വന്നിരിക്കുന്ന 3 മിസൈലുകൾ അത്യാവശ്യം നല്ല ഒരു പല ബിൽഡുകൾ തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അവരന്വേഷിക്കും. ഇവിടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, യമരാജ് കോ ചീടേക, അതായത് നിങ്ങൾ യമരാജിനെ ഇളക്കി വിടാൻ പോയി കഴിഞ്ഞാൽ തുംകോ പതാനേ, നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ വീണ്ടും മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കുന്നു ഇറാൻ. നിങ്ങൾക്ക് അറിയില്ല ഇവരെങ്ങനെയാണ് ജൂതന്മാര്. ആ ലെവലാണ്. ഓരോ അടിക്കും അവർ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കും, ഒരു ലിസ്റ്റ്. ഓരോ ബിൽഡിങ്ങും തകർത്തപ്പോൾ ഒരു 15 പേർ തയ്യാറാക്കി, അതിൽ നിന്ന് ഒരു 4 പേർ ഇല്ലാണ്ടാക്കും. ഇന്നലെ വീണിരിക്കുന്ന ഈ പറയുന്ന മിസൈലിന് പകരം ഇവർ ചോദിച്ചിരിക്കും, ഞാൻ ഇസ്രായേലിനെ കളിയാക്കും അല്ലെങ്കിൽ അവരെ ഉയർത്തി പരികില്ല. ദാറ്റ്സ് എ വേ, അവരുടെ രീതി അങ്ങനെയാണ്. ഇന്നലെ വീണ മിസൈലിന് ഇവന്മാര് മറുപടി ചോദിച്ചിരിക്കും. ഈ ജൂതൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ജൂതന്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എതിർപ്പുണ്ടെങ്കിൽ പോലും ഇസ്രായേലിന്റെ കയ്യിൽ അണുവായുധമുണ്ടെന്ന് ഏത് കുട്ടിക്കും അറിയാം. അവരുടെ അണുവായുധ കേന്ദ്രത്തിന് അടുത്തേക്ക് വിട്ടിട്ടുണ്ടെങ്കിൽ അവർ പകരം ചോദിച്ചിരിക്കും. അടുത്ത ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ താഴെ കാണുന്നതായിരിക്കും. ഞാൻ പറയുന്നു, ഇസ്രായേൽ പകരം ചോദിച്ചിരിക്കും. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, വിഷയത്തിലേക്ക് കടന്നു വരാം. 48 മണിക്കൂർ, ഒരുപാട് പേര് പറയുന്നുണ്ട് 48 മണിക്കൂർ കഴിഞ്ഞാൽ ട്രംപ് വീണ്ടും 48 മണിക്കൂർ കൊടുക്കുമെന്ന്. ഞാൻ പറയുന്നു, ഇത് പഴയ പോലെയല്ല. അത് കാഗസ് മേ ലിഖേ ദേ ദിയ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് എഴുതി കൊടുത്തു. ഒരു കാര്യം പറയട്ടെ, ഒരുപാട് പേര് പറഞ്ഞു, ട്രംപ് തന്നെ പിന്നെയും പറയുന്നുണ്ട്. അതായത് ട്രംപ് ഒരു ദിവസം ഒരു വാക്ക്, പിന്നെ വേറെ വാക്ക്. അതായത് അമേരിക്കയിലെ ഭരണഘടന പ്രകാരം ട്രംപ് എന്ന് പറയുന്നതാണ് മിലിറ്ററി ചീഫും ഇവിടുത്തെ പൊളിറ്റിക്കൽ തലവൻ. ഇന്ത്യയിൽ അങ്ങനെയല്ല. ആർമിയുടെ ചീഫ് പ്രസിഡന്റാണ്, പ്രധാനമന്ത്രിയല്ല. പ്രധാനമന്ത്രി വേറെ ഭാഷ സംസാരിക്കും, പ്രസിഡന്റ് വേറെ ഭാഷ. അങ്ങനെയല്ല. അമേരിക്കയിൽ പ്രസിഡന്റാണ് ഇരു കമാൻഡർ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ജനങ്ങളെ ഹാപ്പിയാക്കാൻ പറയും, നമ്മൾ ശരിയാണ് യുദ്ധം നിർത്താനായിട്ടുള്ള പദ്ധതികൾ ആരംഭിക്കുന്നു. അകത്ത് മേയർ റൂമിൽ പോയിട്ടും കൊടുക്ക്. കാരണം പുറത്ത് വരുമ്പോൾ അദ്ദേഹം പ്രസിഡന്റാണ്, അകത്ത് പോകുമ്പോൾ കമാൻഡർ ഇൻ ചീഫാണ് അദ്ദേഹം. അതാണ് വ്യത്യാസം എന്ന് പറഞ്ഞ് ട്രംപിന്റെ തന്നെയും പിന്നെയും പറച്ചിൽ എന്ന് പറയുന്നത് എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കുക. ഇതും ഒരു തന്ത്രമാണ്. 48 മണിക്കൂറിൽ കാഗസ് മേ ലിഖേ ദേ ദിയ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇറാന്റെ എസ്റ്റാബ്ലിഷ്മെന്റ്, അതായത് അവരുടെ കുടിവെള്ളം, അതോടൊപ്പം തന്നെ ഡീസാലിനേഷൻ പ്ലാന്റുകൾ, പിന്നെ എനർജി എസ്റ്റാബ്ലിഷ്മെന്റുകൾ എല്ലാം തകർക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഈ മലയാള സിനിമകൾ കാണാറല്ലേ? മലയാള സിനിമകളിൽ ഈ കക്കാൻ ഒരാൾ വരുമ്പോൾ ആദ്യം അവൻ എന്താണ് ചെയ്യുന്നത്? ഫ്യൂസ് ഊരെടുക്കും, അല്ലേ? ഇത് കക്കല തന്നെയാന്ന് പറയാം. അത് അമേരിക്കയുടെ പരിപാടി. അതാണ് ഈ എന്തോ നടക്കാൻ പോവുകയാണ്. അമേരിക്ക
കാർഗൈലിൻ്റെയും സ്റ്റേറ്റ് ഓഫ് ഹോർമസിൻ്റെ ഉന്നത പ്രദേശങ്ങൾ പിടിച്ചടക്കാനുള്ള ഉദ്ദേശം തന്നെയാണ്. അതാണ് അമേരിക്ക സൂചന കൊടുക്കുന്നത്. അതായത് നിങ്ങളുടെ എനർജി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുടെ ഡീസലേഷൻ പ്ലാന്റുകളെ തകർത്ത് തരിപ്പണമാക്കും വിത്തിൻ 48 hours. കൊടുത്തില്ലെങ്കിൽ, ഇത് ഞാൻ പറയുന്നു, എഴുതി വെച്ചോ നിങ്ങൾ. 48 മണിക്കൂർ, അതായത് എൻ്റെ സമയം, അമേരിക്കൻ സമയം 8:44 PM നാളെയാണ് ഇത് അവസാനിക്കാൻ പോകുന്നത്. ഈ ഡെഡ് ലൈനിൽ കേട്ടില്ലെങ്കിൽ വലിയ വിപത്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ അനുമാനങ്ങൾ സാധാരണ തെറ്റാറല്ല, പക്ഷെ മാനുഷികമായ തെറ്റിപ്പ് സംഭവിക്കാറുണ്ട്. എന്നാൽ പോലും ഞാൻ പറയുകയാണ്, ദിസ് ഗൈ ഈസ് വെരി സ്ട്രിങ്. ട്രിപ്പോളി വരികയാണ്. ട്രിപ്പോളി കരയ്ക്ക് അടുത്തേക്ക് വരാൻ സാധിക്കുന്ന ഒരു കപ്പലാണ്. 8,000-10,000 മെറീൻസ്. ഇറ്റ്സ് ഗോയിങ് ടു ബി, ഇതൊരു മഹാകാവ്യം രചിക്കുന്നതായിരിക്കും. ഇതിൽ ആരാണ് ശരി തെറ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, ഇരുകൂട്ടരും ശരിയാണ് അവരുടെ ഭാഗത്ത്. ഞാൻ ആരും കൂട്ടുപിടിച്ചുകൊണ്ട് പറയല്ല. പക്ഷേ വീണ്ടും ഇറാൻ തെറ്റുകൾ ചെയ്യുന്നു. ഒരുപാട് പേര് പറയുന്നുണ്ട്, അതായത് അമേരിക്ക 1 മില്യൻ്റെ മിസൈലാണ് 10-25,000 രൂപയുടെ ഡ്രോണിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദരന്മാരെ, അമേരിക്കയുടെ മിലിറ്ററി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 1/4 ഇക്കോണമിയുടെ, ഇന്ത്യയുടെ 4 ട്രില്യൺ ഇക്കോണമിയാണ് ഇന്ത്യയുടെ ഒരു ഇക്കോണമി എന്ന് പറയുന്നത്. അതിൻ്റെ 1 ട്രില്യനാണ് ഇവിടെ 1 ട്രില്യൺ ഇവരുടെ വാർഷിക ബഡ്ജറ്റാണ്. അത് ഇവൻ ഈ 1 മില്യൻ്റെ സാധനം അടിച്ചു വിടുന്നത് എന്തിനാണ്? ഈ സ്റ്റോക്ക് തീർക്കാനായിട്ട്. ഇതിൻ്റെ പണം ആരാ കൊടുക്കുന്നത്? പണം കൊടുക്കുന്നത് അറബികളാണ് കൊടുക്കുന്നത്. അവരുടെ എണ്ണ വിറ്റ കാശാണ് കൊടുക്കുന്നത്. ഇവിടെ ഓൾറെഡി ഇവിടെയുള്ള എയറോസ്പേസ് കമ്പനിയായിട്ടുള്ള ബോയിങ്, പ്രാറ്റ് വിറ്റ്നി, പിന്നെ മറ്റുള്ള എല്ലാ കമ്പനികളും ഓവർ ഷിഫ്റ്റ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രൊഡക്ഷൻ, ഇവരുടെ പരിപാടി എന്ന് പറയുന്നത് സ്റ്റോക്ക് പൈൽസ് തീർക്കുക. പഴയ ഇൻവെൻട്രി, പഴയ ബാഗ്. നമ്മുടെ കാറ് പിന്നെ പഴയ 2024 കഴിയുമ്പോൾ കാറ് വിൽക്കണമല്ലോ, അതുപോലെ പഴയ സീരീസുകൾ തീർക്കുക എന്നുള്ള പരിപാടി. പക്ഷെ ഒരു കാര്യം എനിക്ക് പറഞ്ഞേ പറ്റൂ അതിനെപ്പറ്റി. അത് അവരുടെ രണ്ടാം നിര നേതൃത്വത്തെ ഉയർത്തിക്കൊണ്ടുവന്നു. അതായത് ഫസ്റ്റ് ലീഡർഷിപ്പ് ഇല്ലാണ്ടായാലും സെക്കൻഡ് കമാൻഡേഴ്സിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അവർ വിജയിച്ചു എന്നുള്ളത് പറഞ്ഞേ പറ്റൂ. പക്ഷേ ഈ സെക്കൻഡ് ലീഡേഴ്സ് ആർ മേക്കിംഗ് സെയിം മിസ്റ്റേക്സ്. ആദ്യ ലീഡേഴ്സ്, നിങ്ങൾ ചൊറിയാൻ പോകരുത്, യമരാജനെ ചൊറിയരുത്. നെത്തന്യാഹുവിൻ്റെ ആ ഒരു ശ്രമം അവസാനിച്ചു. നെത്തന്യാഹുവിനെ കൊല്ലാനുള്ള ശ്രമം അത് പാളിപ്പോയി. യമരാജനാണവൻ, അവനെ ചീടേക, ചീടേക തോ കാട്ടേക. അതാ ഞാൻ പറഞ്ഞ, അവൻ കടിക്കും. അതാണ് അവൻ്റെ സ്വഭാവം. അതുകൊണ്ട് സൂക്ഷിക്കുക. അതായത് ഈ അമേരിക്കയുടെ കഴിവുള്ള പോലെ 1 മില്യൺ 2 മില്യൻ്റെ അത് വെച്ച് പൊട്ടിക്കും. കാശ് അറബികൾ കൊടുത്തോളും. നിങ്ങൾക്ക് പറ്റുന്ന 25,000 അല്ലെങ്കിൽ 30,000 ഉണ്ട്, നിങ്ങൾ പൊട്ടിക്കുക. ഇതാണ് അവസ്ഥ. ഇപ്പോൾ ഇറാൻ തിരിച്ചു പറയുന്നു, ഞങ്ങൾ ആക്രമിച്ചാൽ തിരിച്ചു നിങ്ങളുടെ പ്ലാന്റുകൾ ആക്രമിക്കും. ആരുടെ പ്ലാന്റുകൾ? അതും ഈ പാവപ്പെട്ട GCC രാജ്യങ്ങളുടെ പ്ലാന്റുകളാണ്. അവർ എന്ത് ചെയ്താലും അവർക്കിട്ടാണ് പണി. ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് 48 മണിക്കൂർ വളരെ ക്രിട്ടിക്കലാണ്. 48 മണിക്കൂർ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തോ വലിയ നടക്കാൻ പോവുകയാണ്. ഇറാൻ കേട്ടില്ലെങ്കിൽ ഒരു പക്ഷേ ഈ പറയുന്ന വ്യക്തി ഇപ്പോൾ തന്നെ ഇറാൻ, എൻ്റെ അറിവിൽ നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ 20 ലിറ്റർ പെട്രോൾ മാത്രമേ 2 ദിവസമേ കിട്ടുകയുള്ളൂ. കാരണം അവിടെ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുകയാണ്. വെള്ളം കിട്ടാതായാൽ, എനർജി ഇല്ലാതായാൽ ജനങ്ങൾ തെരുവിലാകും, ദുരിതപൂർണമാകും. അങ്ങനെ ഒരു പടുകുഴിയിലേക്ക് ഇറാനെ തള്ളിവിടാൻ പറ്റാതിരിക്കട്ടെ. അവർ കേട്ട് മനസ്സിലാക്കി ഈ വെടിനിർത്തൽ സംഭവിക്കട്ടെ.